തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം ചങ്കിടിപ്പ് കൂട്ടുന്ന തരത്തിലുള്ള ഫലമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൗൺസിലിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന LDFന് ഇത്തവണ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് പറയാൻ സാധിക്കുകയില്ല. LDFും UDFും തമ്മിൽ സീറ്റുകളുടെ കാര്യത്തിൽ നിലവിൽ ഇതുവരെ ഫലം പുറത്തു വന്ന സീറ്റുകളുടെ കാര്യത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് രണ്ട് മുന്നണികളുടെയും ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നത്. അതേസമയം BJP കഴിഞ്ഞ തവണ 7 കൗൺസിലർമാർ മാത്രം ഉണ്ടായിരുന്ന BJP ഇത്തവണ നില വർദ്ധിപ്പിച്ചതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനകത്ത് ഫലം വന്ന വാർഡുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ 2 പേരുകളുള്ളത് LDFന്റെയും UDFന്റെയും മേയർ സ്ഥാനാർത്ഥികളുടെ പേരുകളാണ്. LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന CP മുസാഫർ അഹമ്മദും അതുപോലെ തന്നെ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി അവർ പ്രഖ്യാപിച്ച PM നിയാസും 2 പേരും പരാജയപ്പെട്ടു എന്നുള്ളതാണ് പുറത്തു വരുന്ന കാര്യം. ഇതോടുകൂടി എന്തായിരിക്കും ഇനി, അഥവാ LDFോ UDFോ ആര് അധികാരത്തിൽ വന്നാലും ആരായിരിക്കും മേയർ എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുകയാണുള്ളത്. നമ്മുടെ നിലവിൽ സ്ഥാനാർത്ഥികൾ വിജയിച്ച സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചില സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ശ്യാമേട്ടനാണ്. അപ്പം നമ്മളുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ കാണുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം പുതിയ വാർഡാണ്, അല്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ പുതിയ വാർഡാണ്. ഈ പുതിയ വാർഡിൽ തന്നെ വലിയ നേട്ടം നമ്മൾക്ക് ജനങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വികസനത്തിന്റെ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ നമ്മൾ ഓരോ വാർഡുകളിലേക്കും എത്തണമെങ്കിൽ നമ്മളുടേതായിട്ടുള്ള കൗൺസിലർമാർ ഉണ്ടാവണം. കഴിഞ്ഞ തവണ 7 പേരാണെങ്കിൽ ഇത്തവണ നമുക്ക് 10 അതിലധികം 10 പേർ ഓൾറെഡി ഉണ്ട്. ഇനി അതിൽ കൂടുതൽ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്തവണ കോഴിക്കോട് മുഴുവൻ കാവ്യ വസന്തം അല്ലെങ്കിൽ താമര മുകളങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയാണ്. നല്ല വിശേഷം, നല്ല സന്തോഷമുണ്ട്. അതെ അതെ അതെ, എല്ലാം പൊളിച്ചടക്കി 4 വാർഡ് ഒരുമിച്ച് വാർഡാണ്, എല്ലാം പിടിച്ചടക്കി. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി 30 വർഷത്തിന് ശേഷം 57 വാർഡ് ചക്കനോട് പിടിച്ചടക്കിയ ഞങ്ങള് 30 വർഷത്തിന് മേലെ വലിയ സന്തോഷത്തിലാണ്. 40 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് കിട്ടണം 57 വാർഡ് ചക്കനോട്. 57 വാർഡ് ചക്കുംകടവ് ചരിത്ര വിജയം നേടി. UDF പ്രവർത്തകരുടെ ആത്മാർത്ഥമായ പരിശ്രമവും ജനങ്ങൾക്കുള്ള പ്രതികാരവും തീട്ട ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും.